ഇന്ന് രാത്രികാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തിലുള്ളതായ പ്രിയപ്പെട്ടവരെയും എൽഡേഴ്സിനെയും പാസ്റ്റേഴ്സിനെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഈ രാത്രികാലത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. ഞാൻ പറയുന്ന വേദഭാഗം വളരെ ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം കൃത്യമായി ആ വേദഭാഗമാണ് എടുത്തുന്ന ബോധ്യം അതിന് ശേഷം വായിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഉത്തമഗീതം 2-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ഞാൻ ശാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവുമാകുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയൻ ഇരിക്കുന്നു. അതിന്റെ നിഴലിൽ വളരെ സുപരിചിതമെന്ന് പറയില്ല, എങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗം വായിച്ചിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതുമാണ്. സാധാരണഗതിയിൽ ഉത്തമഗീതത്തിലെ പ്രസംഗങ്ങൾ വളരെ കുറവാണ് നാം കേൾക്കുന്നതും പ്രസംഗിക്കപ്പെടുന്നതും. എൻ്റെ ജീവിതത്തിൽ ഒരൊറ്റ പ്രസംഗം എനിക്ക് കേൾക്കുവാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ അടുത്ത് ഒരു കൺവെൻഷൻ വെച്ചു. അത് ഞങ്ങളുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ വെൺമണി ഫിലിപ്പ് സാറാണ് ലാസ്റ്റ് ദിവസത്തെ മെസ്സേജ്. അദ്ദേഹം ഉത്തമഗീതത്തിലെ കാന്തേ ലെബാനോനെ വിട്ട് എന്നുള്ള വാക്യം എടുത്തൊരു പ്രസംഗം നടത്തി. അങ്ങനെ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രസംഗം ഞാൻ ശ്രമിച്ചത്. എന്നാൽ പിന്നെ എന്താണ് ഇങ്ങനെ പ്രസംഗിക്കുവാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഈ വാക്യശകലം എന്നെ വല്ലാതെ ഒന്ന് ചിന്തിപ്പിച്ചു. ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുവാനിടയായിത്തീർന്നു. നമുക്കറിയാം, എല്ലാ വേദവാക്യങ്ങളും വായിച്ച് നാം ചിന്തിക്കുന്നത് പോലെ ഈ വാക്യത്തെ പെട്ടെന്ന് ഗ്രഹിക്കണമെന്നില്ല. അതുകൊണ്ട് അല്പം അതിൻ്റെ വശം അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് പറഞ്ഞു പോകണം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം 66 പുസ്തകങ്ങൾ അടങ്ങിയതായ ഒരു ഗ്രന്ഥമാണ്. അതിനകത്തിൽ പഴയ നിയമം, പുതിയ നിയമം ഇങ്ങനെ 2 വിഭാഗമുണ്ട്. അതിൽ നമുക്കറിയാം 39 അധ്യായങ്ങളുള്ള പഴയ നിയമത്തിൽ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് യഹൂദന്മാർ അതിനെ പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ന്യായപ്രമാണം, പ്രവാചക പുസ്തകം, സങ്കീർത്തനങ്ങൾ എന്ന നിലയിലാണ്. ന്യായപ്രമാണം എന്ന് പറയുന്നത് പുസ്തകത്തിന്റെ പ്രാരംഭ ഭാഗത്തുള്ള 5 പുസ്തകങ്ങൾ, മോശയുടെ പഞ്ചഗ്രന്ഥം, അത് ന്യായപ്രമാണ പുസ്തകമെന്നും, അതേപോലെ തന്നെ യെശയ്യാവ് മുതൽ മലാഖി വരെയുള്ള പ്രവചന ഗ്രന്ഥങ്ങൾ 17 പുസ്തകങ്ങൾ, അത് പ്രവാചക പുസ്തകമായും, അതിനുശേഷം സങ്കീർത്തനത്തെ 2ആയി വിഭജിച്ചിട്ടുണ്ട്. കീർത്തനങ്ങളെ 2ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഒന്ന് ചരിത്ര പുസ്തകങ്ങൾ, അതായത് യോശുവ മുതൽ എസ്തേർ വരെയുള്ളതായ പുസ്തകങ്ങളെ, ഇസ്രായേലിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ളതായ ആ ചരിത്ര പുസ്തകങ്ങളെ ചരിത്ര വിഭാഗത്തിൽ പെടുത്തുകയും, ബാക്കിയുള്ള ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശവാക്യം, സഭാപ്രസംഗി, ഉത്തമഗീതം, ഈ പുസ്തകങ്ങളെ നമുക്ക് സങ്കീർത്തനം അതല്ലെങ്കിൽ കീർത്തന പുസ്തകങ്ങൾ എന്ന നിലയിലും കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഉത്തമഗീതം ശലോമോൻ രാജാവിനാൽ രചിക്കപ്പെട്ടതാണ്. യഹൂദന്മാരുടെ ഇടയിൽ അവരുടെ ശബത്ത്, മാസപ്പിറവി, അതുപോലെ തന്നെ ഉത്സവങ്ങൾ എന്നിത്യാദി സമയങ്ങളിൽ വായിക്കേണ്ട ഗ്രന്ഥങ്ങളെ കുറിച്ച്, വേദപുസ്തകത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് അവർ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നുണ്ട്. നമുക്കറിയാം, പെന്തക്കോസ്ത് പെരുന്നാളിന്റെ സമയത്ത് അവർ വായിക്കുന്നതാണ് രൂത്തിന്റെ പുസ്തകം. വിലാപങ്ങളുടെ പുസ്തകം വിലാപ ദിവസമായ 5-ാം മാസം 5-ാം തീയതി വായിക്കുവാൻ അവർ നീക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അന്നത് പ്രാധാന്യത്തോടുകൂടി വായിക്കുന്നു. അതുപോലെ തന്നെ പൂരി പെരുന്നാളിന്റെ സമയത്താണ് അവർ എസ്തേറിന്റെ പുസ്തകം വായിക്കുന്നത്. ഉത്തമഗീതം എന്ന് പറയുന്ന ഈ പുസ്തകം ശലോമോൻ രാജാവിന്റെ കാലശേഷം
അവരുടെ ഉത്സവങ്ങളിൽ സർവ്വസാധാരണമായി വായിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം BC 1033 ദാവീദിന്റെ 10ാമത്തെ പുത്രനായിരുന്നു. തന്റെ മാതാവായ ബത്ശബയുടെ 2ാമത്തെ മകനായിട്ടാണ് ശലോമോന്റെ ജനനം. 1015 BC താൻ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. അത്രയും ശലോമോനെ കുറിച്ച് പറഞ്ഞാൽ ആ ഭാഗം വിടുകയാണ്. എന്നാൽ ഇവിടെ വായിച്ച ഭാഗത്തെ ഒന്ന് ശരിയായി മനസ്സിലാക്കേണമെങ്കിൽ മറ്റൊരു കഥാപാത്രത്തെ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അത് മറ്റാരുമല്ല, ശൂലേം. പാലസ്തീൻ നാടിന്റെ വടക്ക് പ്രദേശത്തുള്ള ഇസാക്കാർ ഗോത്രം വകയായിട്ടുള്ള സ്ഥലമാണ് ശൂനേം അല്ലെങ്കിൽ ശൂലേം എന്ന് പറയപ്പെടുന്നത്. അവിടുത്തുകാരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് ആടുകളെ മേയ്ക്കുക, ഇടയന്മാരാണ്. അപ്പോൾ ആടുകളെ മേയിച്ച് ഇടയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപറ്റം ആളുകളുള്ളതായ ആ ദേശത്ത് ഒരു അമാവാസിയുടെ അർദ്ധരാത്രി ഒരു മുറ്റുകാട്ടിൽ ഒരു ആപ്പിൾ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആ സ്ത്രീ ആ കുഞ്ഞിന്റെ ലിംഗനിർണയം നടത്തി. ആണാണോ പെണ്ണാണോ? പെണ്ണാണെന്ന് മനസ്സിലാക്കി ഒരു ശിശുവിന്, ജനിച്ച ശിശുവിന് പ്രാഥമികമായി കൊടുക്കേണ്ടതായ ഒരു പരിചരണവും കൊടുക്കാതെ മാതാവെന്നുള്ളതായ ആ തന്റെ ആ സ്ഥിതിയെ മറന്ന് അവൾ ആ കുഞ്ഞിനെ എന്ത് ചെയ്തു? അവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നുപോയി. നിങ്ങൾക്കറിയണമോ, ആ കുഞ്ഞിനൊന്ന് ശ്വസിക്കുവാൻ തക്കവണ്ണം ഇതിന്റെ മൂക്ക് എന്നല്ല വേണ്ടവണ്ണം തുറന്നില്ലെന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് മൊത്തത്തിൽ എന്താണ്? ആമി സ്തോത്രം, വൃത്തിഹീനമായ ഒരവസ്ഥ. അതിന്റെ കണ്ണുകൾ നേരെ തുറക്കുവാൻ കഴിയില്ല, അതിന് സാധിക്കുന്നില്ല. വേണ്ടവണ്ണം വാ തുറന്ന് കരയുവാനോ നിലവിളിക്കുവാനോ കഴിയുന്നില്ല. യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ആ അമ്മ നടന്നു പറഞ്ഞു. ഈ മാതാവിന് ചില ആൺമക്കൾ ഈ കുഞ്ഞിന് മുൻപായിട്ടുണ്ട്. അത് ഈ കുഞ്ഞിന്റെ അർദ്ധ സഹോദരന്മാരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാതാവിന് മറ്റു ഭർത്താക്കന്മാരും ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. അവർ ആൺകുഞ്ഞുങ്ങളാണ്. പെൺകുഞ്ഞിനോട് എന്തോ ഒരു വിരക്തി അല്ലെങ്കിൽ ഒരു വെറുപ്പ്. നമുക്കറിയാം, പഠിക്കുമ്പോൾ ഒരു ആൺകുഞ്ഞ് ജനിച്ചാൽ ആ സ്ത്രീ 7 ദിവസം എന്താ അശുദ്ധയായിരുന്നാൽ മതി. പെൺകുഞ്ഞ ജനിക്കുന്നെങ്കിലോ 14 ദിവസം അശുദ്ധയായിരിക്കണം. നോക്കണം, എന്തൊക്കെയോ അവളെ അലട്ടുന്നുണ്ട്. അവളെന്ത് ചെയ്തു? അങ്ങനെ പോയി. ആ കുഞ്ഞ് ജനിച്ചതെന്തിനെന്നോ മരണമെന്തെന്നോ ജീവിതം എന്തെന്നോ തിരിച്ചറിയാൻ കഴിയാതെ ആ കാട്ടിൽ അങ്ങനെ കിടക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമുക്കൊക്കെ എത്ര അനുഗ്രഹീതമായ ജനനം ദൈവം നൽകി. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ജനിക്കപ്പെട്ടു, എത്രമാത്രം പരിപാലനം നമുക്ക് നൽകി. ഈ കുഞ്ഞ് ഒന്ന് നിലവിളിക്കുവാൻ പോലും ശക്തിയില്ലാതെ ഇവിടെ കിടക്കുകയാണ്. രാത്രിയുടെ സമയം മുൻപോട്ട് നീങ്ങി. പ്രഭാതമായി സൂര്യന്റെ കിരണങ്ങൾ ഇങ്ങനെ അവിടെ കാഞ്ഞടിക്കുവാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ഒരു ആട്ടിൻപറ്റവുമായിട്ട് ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുക്കൻ, ഒരു ഇടയച്ചെറുക്കൻ അവരോടേക്ക് വരികയാണ്. അവൻ ഈ കുഞ്ഞിനെ കണ്ടു. എന്തെന്നറിയാമോ? ആ കുഞ്ഞിനെ ഒരു മടിയും കൂടാതെ അതിനെ കോരിയെടുത്ത് മാറോട് അടച്ചിട്ട് ആ പൈതലിനെ നേരെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി തന്റെ അമ്മയുടെ പക്കൽ ഏൽപ്പിച്ചു. മരണത്തെ മുഖാമുഖമായി കണ്ട ആ പൈതൽ ആശ്വസിക്കുവാനും സ്വാതന്ത്ര്യം പ്രാപിപ്പാനും കഴിയുന്ന ഒരു അനുഗ്രഹീത കരത്തിലേക്ക് എത്തിച്ചേരപ്പെടുകയുണ്ടായി. ആ കുഞ്ഞു വളർന്നു കേട്ടോ. അതെ, അനുദിനം വളർന്നു. അത് വളർന്ന് ഒരു സുന്ദരിയായി പ്രായപൂർത്തിയായി. അവളാണ് പിന്നത്തേതിലെ നമ്മുടെ ഇവിടുത്തെ ഇടയ
കന്യക. ഈ ഇടയ കന്യകയെ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയ ഇടയച്ചെറുക്കനും അവനോട് ഇടകന്യകനും സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നി. അത് പിന്നത്തേതിൽ അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് എത്തിപ്പെടുവാൻ തക്കവണ്ണമുള്ള തീരുമാനങ്ങളിലേക്ക് ചെന്നെത്തി. ഇവരുടെയും ജോലി എന്താ? ആടുകളെ മേയ്ക്കുകയാണ്. അപ്പോൾ അവരുടെ ജോലിയോടനുബന്ധിച്ച് അവർ യാത്ര ചെയ്യുമ്പോൾ കാണുകയും സംസാരിക്കുകയും ഒക്കെ ഭാവിയെ കുറിച്ചുള്ളതായ ചിന്തകളും വർത്തമാനങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു സന്ദർഭം ശലോമോൻ രാജാവ് കടന്നു പോകുന്ന വേളയിൽ ഈ കന്യകയെ അല്ലെങ്കിൽ ഇടയപ്പെടിനെ കാണാനിടയായി. രാജാവിനെ സംബന്ധിച്ച് അവളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. തന്റെ രാജപത്നിയാക്കി തീർക്കുവാൻ ആഗ്രഹിച്ചു. വിവരങ്ങളൊക്കെ അവൻ അന്വേഷിച്ചു. ഇതാരുടെ മകൾ, എന്താണ് അവരുടെ വീട്ടുകാർ, ചുറ്റുപാടൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അപ്പനെ അമ്മയെ കുറിച്ച് വിവരമില്ല. പക്ഷേ അർദ്ധ സഹോദരന്മാരുണ്ട്. അവരെടുത്ത് ദൂതനെ അയച്ചു പറഞ്ഞു, നിങ്ങളുടെ സഹോദരിയെ എനിക്ക് എന്ത് ചെയ്യണം, വിവാഹം കഴിക്കുവാൻ താല്പര്യമുണ്ട്, അവരുടെ വിവരം പറയണമെന്ന് പറഞ്ഞു. സഹോദരന്മാർ സന്തോഷത്തിലായി. കാര്യം എന്താ? ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള വിവാഹമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം സ്തോത്രം, ശലോമോനെ പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു രാജാവിന്റെ പത്നിയായി തങ്ങളുടെ അർദ്ധ സഹോദരി തീരുമ്പോൾ തങ്ങളുടെ സ്റ്റാറ്റസും സ്റ്റേജും ഒക്കെ മാറും. അവർ വളരെ സ്വപ്നം കണ്ടു. ഞങ്ങളുടെ സഹോദരി എന്തായിത്തീരുന്നു, ശലോമോന്റെ രാജ്ഞിയായി തീരുന്നു, ഞങ്ങൾക്കും അതിൻ്റെതായ പ്രൗഢഗംഭീരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നു. ഇതെല്ലാം അവർ സ്വപ്നം കണ്ട് സഹോദരി എടുത്തു എന്ന് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ശലോമോൻ രാജാവിനെ എന്ത് ചെയ്യണം, വിവാഹം കഴിക്കണം. ആ പെൺകുട്ടി പറഞ്ഞു, അച്ചാച്ചന്മാരെ, അത് സാധ്യമല്ല. എന്നെ ഒരു പിണ്ടാകാരമായി കിടന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ആരും ശ്രദ്ധിക്കാതിരുന്നപ്പോൾ, നമ്മുടെ അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയപ്പോൾ, ആ രാത്രിയിൽ കുറുക്കനോ ഏതെങ്കിലും ഒരു ക്ഷുദ്രജീവിയോ എന്നെ തിന്നുകളയേണ്ട സ്ഥാനത്ത് എന്നെ മാറോട് ചേർത്ത് കോരിയടച്ച് പരിപാലിച്ച ഒരുവനുണ്ട്. അവന് വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. സഹോദരന്മാർക്ക് ദേഷ്യമായി. ഇവളുടെ ജോലി എന്തായിരുന്നു? ആടുകളെ മേയ്ക്കുക. ആ ജോലിയിൽ നമ്മളെ പിരിച്ചുവിടുക മാത്രമല്ല, മറ്റൊരു ജോലി കൊടുത്തു. എന്താ? മുന്തിരിത്തോട്ടത്തിന്റെ കാവൽക്കാരിയാക്കി. പക്ഷെ അവളെ സംബന്ധിച്ച് ആ മുന്തിരിത്തോട്ടത്തിന്റെ കാവലിരിക്കുകയല്ലാതെ സ്തോത്രം അതിൽ ശ്രദ്ധ ചെലുത്തുവാനോ അതൊരു യാമതിയാകുവാനോ ഒന്നും കഴിഞ്ഞില്ല. അവളുടെ ഹൃദയവും അവളുടെ ചിന്തയും തന്റെ ഇടയച്ചെറുക്കനെ കുറിച്ചായി. അങ്ങനെ ഇരിക്കുമ്പോ ഈ വർത്തമാനം ആരറിഞ്ഞു? ശലോമോൻ അറിഞ്ഞു. ശലോമോൻ അറിഞ്ഞിട്ട് ശലോമോൻ ചിന്തിക്കുക, സാധാരണഗതിയിൽ ഒരു കന്യക ഞാൻ അവളെ എന്റെ പത്നിയാക്കുവാൻ ആഗ്രഹിച്ചാൽ അവൾ ആർത്ത് സന്തോഷിക്കും. 100 വട്ടം അവൾ എന്ത് ചെയ്യും? സമ്മതിക്കും. പക്ഷെ എന്തുകൊണ്ട് ഈ പെൺകുട്ടി അതിന് മുതിരുന്നില്ല? ജ്ഞാനികളിൽ ജ്ഞാനിയാണ് ആര്? ശലോമോൻ. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഒരു പക്ഷേ ഇവൾ ജനിച്ചത് എവിടെയാ? ഒരു കുഗ്രാമത്തിലാണ്. രാജാവിനെ കുറിച്ചോ രാജധാനിയെ കുറിച്ചോ അല്ലെങ്കിൽ രാജകീയമായ പ്രൗഢിയും പ്രതാപവും സുഖലോലുപതയും ഒക്കെ ഇവൾക്ക് പരിചിതമല്ല. അതുകൊണ്ടായിരിക്കാം അവൾ എന്ത് ചെയ്യുന്നത്, ഇത് റിഫ്യൂസ് ചെയ്യുന്നത്. രാജാവ് ഒരു കാര്യം തീരുമാനിച്ചു, ലെബാനോനിലെ തന്റെ അരമനയിലേക്ക് ഇവളെ എന്ത് ചെയ്യാം, കൂട്ടിക്കൊണ്ടുവരാം. അവിടുത്തെ സുഖ സൗകര്യങ്ങളും അവിടുത്തെ രാജകീയമായ ജീവിതവും അവൾ കണ്ടു കഴിയുമ്പോൾ അവളുടെ തീരുമാനത്തിൽ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിച്ച് എന്ത് ചെയ്തു, അവിടേക്ക് കൂട്ടിവരുത്തി. അവൾക്ക് വേണ്ടതായ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തു. സ്തോത്രം. മാത്രമല്ല, നമുക്കറിയാം അനേകം കന്യകമാരെ ആ തോഴിമാരായിട്ട് അവൾക്ക് കൊടുത്തു. ഈ തോഴിമാരുടെ പണി എന്താ? ഉണർന്നിരിക്കുമ്പോഴെല്ലാം ഇവരോട് പറയുക, നമ്മുടെ രാജാവ് ആരാണ്?
അവൻ പ്രൈസലോ വളരെ സുന്ദരനാണ്, ജ്ഞാനികളിൽ ജ്ഞാനിയാണ്, അവനില്ലാത്ത സൗകര്യങ്ങളും ചുറ്റുപാടുകളും ഇല്ല എന്നൊക്കെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവളുടെ കാതുകളിൽ ഈ വർണ്ണനയൊന്നും കയറുന്നില്ല. പ്രൈസലോ, ഈ ഒരു സന്ദർഭത്തെ ബേസ് ചെയ്താണ് ഉത്തമഗീതം എഴുതപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യത്തെ അവിടെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് ഉത്തമഗീതം തുടങ്ങുന്നത്. ഇനിയും നമുക്കറിയാം, നമുക്ക് മനോഹരമായ ഒരു പാട്ടുണ്ട്, അല്ലേ? ഓർമ്മയുണ്ടോ? യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാവകൾ, പ്രിയനോടുള്ള അനുരാഗം. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാവകൾ, പ്രിയനോടുള്ള അനുരാഗം. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വാരിക്കുമോ വത്സലാം. മണ്ടെ പ്രതി മാണിക്കം പേടിയുമില്ല ഞാൻ, മണ്ടെ പ്രതി മാണിക്കം പേടിയുമില്ല ഞാൻ. ഈ അനുഗ്രഹീതമായ പാട്ട് പാടുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ച് കാണുന്നില്ല. പക്ഷേ ഈ പാട്ടിന്റെ രചനയുടെ പിന്നിൽ സ്തോത്രം ഈ ചരിത്രത്തെ അല്ലെങ്കിൽ ഈ കഥയെ എന്ത് ചെയ്യുന്നുണ്ട്? ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നോക്കണം, ഞാന് ആ വേദഭാഗത്തിലേക്ക്, വായിച്ച വേദഭാഗത്തിലേക്ക് തന്നെ മടങ്ങി വരുവാൻ ആശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ശലോമോൻ രാജാവിന്റെ ഈ പ്രൗഢഗംഭീരമായ രാജസദസ്സോ അല്ലെങ്കിൽ രാജകീയമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവളെ ആകർഷിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കിയ രാജാവ് എന്ത് ചെയ്തു? അവളെ സന്തോഷത്തോടെ മടക്കി അയച്ചു. അവളുടെ സ്വന്തം ദേശത്തേക്കുള്ള യാത്രയിൽ. ഇനി ആ വായിച്ച വാക്യം നമുക്കറിയാം, അനേക വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഉത്തമഗീതത്തോടനുബന്ധിച്ച് മലയാളത്തിലുമുണ്ട്, അന്യഭാഷകളിലും ധാരാളമുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണുകളിലൂടെയും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെയും ആ വ്യാഖ്യാനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ പ്രത്യേക ഭാഗം മഹാകവി കെ.വി. സൈമൺ സാറിന്റെ വ്യാഖ്യാനത്തിന്റെ ആ പോയിന്റ് ഓഫ് വ്യൂയിലാണ്. അതിന് കാരണമുണ്ട്. അദ്ദേഹം അനുഗ്രഹീതനായിട്ടുള്ള ഒരു മഹാകവി. ഒരു കവിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു കവിതയെ വിശകലനം ചെയ്യുവാൻ, അതിനെ വർണ്ണിച്ചെടുക്കുവാൻ വളരെ കഴിവുണ്ട്. ആ നിലയിൽ അദ്ദേഹത്തിന്റെ ആ വ്യാഖ്യാനത്തെ എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയും ഞാൻ ആ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ വാക്യങ്ങളെ വിശകലനം ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പക്ഷേ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വായിച്ച് കാണാം. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ആദ്യത്തെ വാക്യം, ഞാൻ ശാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവുമാകുന്നു. ചില വ്യാഖ്യാനങ്ങളിൽ അത് ശലോമോന്റെ വാക്കുകളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ മഹാകവി ആ ഭാഗത്തെ കുറിച്ച് പറയുന്നത് അത് ഈ ശൂലേമിയുടെ അവളുടെ വാക്കുകൾ, അവളുടെ താഴ്മയെ അവൾ പ്രദർശിപ്പിക്കുക. എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ പറയുന്ന വാക്യതാണ്, ഞാൻ ശാരോനിലെ പനിനീർ പുഷ്പം. പനിനീർ പുഷ്പം എന്നുള്ള വാക്ക് നിങ്ങൾ അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് അതിന്റെ ഒറിജിനൽ തർജിമയിലും അന്നത്തെ കാലത്തെ സ്ഥിതി വെച്ച് നോക്കിയാൽ പനിനീർ പുഷ്പം കനാനിൽ കാണുവാൻ യാതൊരു സാധ്യതയുമില്ല. അതിനെക്കുറിച്ച് പറയുന്നത് ഏതോ ഒരു കാട്ടുപൂ അല്ലെങ്കിൽ കാട്ടുചെടി എന്നാണ് പറയുന്നത്. അപ്പോൾ അവൾ പറയുകയാണ്, ഞാന് എവിടെയാ? ശാരോൻ. ശാരോൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിമനോഹരമായിട്ടുള്ള പുഷ്പലതാദികൾ ഉള്ളതായ, അതൊരു വർണ്ണശബളമായിട്ടുള്ള അനുഗ്രഹീതമായ പച്ചപ്പും നല്ല കൃഷിയുമുള്ളതായ ഒരു പ്രദേശമാണ് ഏത്? ശാരോൻ എന്ന് പറയുന്നത്. ഈ ശാരോനിൽ അനേക അനുഗ്രഹിക്കപ്പെട്ട സൗന്ദര്യമുള്ള നല്ല മണമുള്ളതായ പുഷ്പങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ആരാണ്? ഒരു കാട്ടുപൂവ.
അവളുടെ താഴ്മയെ അവൾ എന്ത് ചെയ്യുക, അവിടെ വിവരിക്കുന്നതായിട്ടാണ് അവിടെ പ്രതിപാദിച്ചിട്ടുള്ള. ഞാൻ ആ ഭാഗവും ആ വാക്യവും ഞാനിവിടെ എന്റെ പ്രധാന സ്തോത്രം ചിന്താവിഷയം എന്ന രണ്ടാമത്തെ വാക്യമാണ്. അവിടെ നാം വായിക്കുന്നത്, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ അവിടെ നിന്ന് ശ്രദ്ധിച്ചു നോക്കിയത്, നിങ്ങൾ പ്രിയ ഇരിക്കുന്നു. അപ്പോൾ പ്രിയ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ കണ്ടു എന്ത് പ്രിയ ഇരിക്കുന്നു. ഇപ്പോൾ മധുബ്രദർ അവിടെ ഇരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടാ പറയുന്നു. അല്ലെങ്കിൽ എന്നോട് ഒരാൾ വന്നു പറയുകയായിരുന്നെങ്കിൽ മധുബ്രദർ ഇന്ന് BMCC ഉണ്ടായിരുന്നു എന്നേ പറയത്തുള്ളൂ. എന്നാൽ കണ്ട കാഴ്ചയായതുകൊണ്ട് പറയുന്നത് എന്താ, ഇരിക്കുന്നു. ഇരിക്കുന്നത് പറയുമ്പോൾ കണ്ടു, ആ കണ്ടതിൽ ചില വ്യക്തതകളുണ്ട്. നമുക്കതിലേക്ക് വരാം. എന്നാൽ അതിനു മുമ്പ് അവിടെ പറയുന്നത് എവിടെ ഇരിക്കുന്നതാ പറയുന്നത്, മുള്ളുകളുടെ ഇടയിൽ താമര പോലെ. നമുക്ക് വിശുദ്ധ വേദപുസ്തകം പഠിക്കും, മുള്ളുകളുടെ ആരംഭം എവിടെയാ? ഉൽപ്പത്തി പുസ്തകത്തിലാണ്. എങ്ങനെ മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ശാപഗ്രസ്തമായ ഭൂമിയിൽ മുള്ളും പരക്കാരഗതിയും മുളച്ചു വരുമെന്നുള്ളതായ ആലോചന. നോക്കണം, പാപമാണ് മുള്ളുകൾക്ക് നിദാനമായിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, ഇപ്പോഴും മുള്ളുണ്ട്. നാം ദൈവമക്കളെ ശരിയാണ്. പാപവും ശാപവും നിറഞ്ഞതായ ഈ ഭൂമിയിൽ നാം വസിക്കുന്നിടത്തോളം കാലം ആ മുള്ളിന്റെ കുത്തൽ നാമും അനുഭവിക്കേണ്ടി വരാം. അത് നൊഴിഞ്ഞിരിപ്പാൻ നമുക്ക് കഴിയത്തില്ല. അപ്പോൾ നോക്കുക, ഈ മുള്ള് പാപനിമിത്തമാണ് ഉണ്ടായത്. ഈ മുള്ളിന്റെ പ്രവൃത്തി എന്ന് പറയാമോ, യേശു തന്റെ ഉപമയിൽ പറയുന്നുണ്ട്, വിത്ത് എന്നിൽ മുളച്ചു വന്നു, എന്നാൽ മുള്ളം വീണു, അതിനെ ഞെരുക്കി കളഞ്ഞു. വളരുന്നതിനെ ഞെരുക്കിക്കളയുകയും വളരാതിരിക്കുവാൻ തക്കവണ്ണം അതിന്മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒന്നാണെന്ത് മുള്ളെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആത്മീയന്റെ വളർച്ചയെ മുരടിപ്പിച്ചു കളയുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ അതിനെ അടിച്ചമർത്തുവാനോ നശിപ്പിക്കുവാനോ ഞെരുക്കിക്കളയുവാനോ ഈ മുള്ളിന് കഴിയുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. യേശു തന്നെ താമരയെ കുറിച്ച് പറയുന്നുണ്ട്, ശലോമോൻ പോലും ഇത്രയും മാർദ്ദവമേറിയ ഒരു വസ്ത്രം ചെയ്തിട്ടില്ല, ധരിച്ചിട്ടില്ല. അവന് ഏതാണ്ട് കുറവുണ്ടോ? പണത്തിന് കുറവുണ്ടോ? പക്ഷെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചത് താമരയെ നോക്കിക്കേ, കാഴ്ചയിൽ വളരെ ഭംഗി, എത്രമാത്രം മൃദുത്വമുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതിന്റെ ആ ഫ്ലവറിന്റെ ലീഫുകളില്ലേ നോക്കുക. അപ്പോൾ ഈ മാധവമുള്ള മനോഹരമായ ഈ താമര എവിടെയാ വളരുന്നത്? മുള്ളുകളുടെ ഇടയിലാ വളർന്നു വരുന്നത്. ഇനി ഞാനൊന്ന് അല്പം കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ആകർഷിക്കാൻ ആഗ്രഹിക്കുക. ഒരു താമര വളർന്നു വരുമ്പോൾ അതിന്റെ കൂമ്പിങ്ങനെ വരികയാണ്. നമുക്ക് അതിന്റെ തണ്ടിനെ കുറിച്ച് നല്ല കൃത്യതയില്ല. നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിലൊക്കെ പ്രായമുള്ളവരൊക്കെ ഇവിടെ ചെറുപ്പകാലത്ത് അവര് ഒരു താമരയൊക്കെ എടുത്തിട്ട് മാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. താമരയും അതുപോലെ തന്നെ ആമ്പലും ഒക്കെ എടുത്തിട്ട് നീ ഒടിക്കും. ഒരു വശത്ത് ഇങ്ങനെ രണ്ടാക്കി മാറും. പക്ഷെ അത്രയ്ക്ക് സോഫ്റ്റ്, കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതായത് നമ്മുടെ മഷിത്തണ്ടില്ലേ, അത് ഒടിക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ തണ്ട് ഒടി, അത്രയ്ക്ക് സോഫ്റ്റ്. ഈ സാധനം എവിടെയാ വളർന്നു വരുന്നത്? മുള്ളുകൾ. മുള്ളിനെ സംബന്ധിച്ച് എന്താ, വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജ്, മാത്രമല്ല വളരെ ഹാർഡാണ്, ഒരു സോഫ്റ്റ്നെസ്സും ഇല്ല. അത് സോഫ്റ്റ് ആയ പിന്നെ എന്തല്ല, മുള്ളല്ല. അത് ഷാർപ്പായിരിക്കുകയാണ്. നോക്കണം, ഈ മുള്ളിന്റെ ഇടയിൽ വളരുമ്പം ആദ്യം ചെറിയ കനമായിരിക്കുകയെന്ന് ഈ താമരയ്ക്ക് അല്ലേ. ആ മുള്ളെന്തെയും വല്ലപ്പോഴും കാറ്റിൽ ഈ താമരയൊന്ന് ആടുമതിയും ഇടയ്ക്കൊന്ന് ഒരയും, ഒരു ചെറിയ വേദന. ആ കാറ്റ് മാറി കഴിയുമ്പോഴില്ല, പിന്നെ ഒരു കാറ്റടിച്ചപ്പോൾ തീരു ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ താമര വളരാൻ തുടങ്ങി, അതിന്റെ വണ്ണം വർദ്ധിച്ചപ്പോ എന്താ,
ഈ മുള്ളും താമരയും കൊണ്ടുള്ള അകലം കുറഞ്ഞു വന്നപ്പോൾ ആ ഒരച്ചിലിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു, ആഴം കൂടി. വീണ്ടും വളർന്നു വന്നപ്പോൾ എന്ത് ചെയ്തു? ഇതിലെ തറച്ചു നിന്നു. അത് വീണ്ടും വളർന്നപ്പോൾ എന്ത് ചെയ്തു? അതിന്റെ ഉള്ളിലേക്ക് അത് പ്രവേശിച്ചു. അല്ലെങ്കിൽ എന്ത് ചെയ്തു? ആ മുള്ള അവിടെ നിന്നു. ഇത് വളർന്നപ്പോൾ എന്ത് ചെയ്തു? ആ മുള്ളിലേക്ക് അത് പ്രവേശിച്ചു. അതുകൊണ്ട് തീർന്നില്ല. വളർച്ച അതിന്റെ വണ്ണത്തിലല്ല, പിന്നെ എന്ത് ചെയ്യും? നീളത്തിലുമുണ്ട്. ഇങ്ങനെ ഷാർപ്പായിട്ട് കൊണ്ടു നിൽക്കുന്ന ഒരു സാധനം, ഇത് സോഫ്റ്റ് ആയിട്ട് സാധനം വളർന്നു പൊങ്ങുമ്പോൾ എന്ത് ചെയ്യും? നല്ലൊരു കീറൽ ഉണ്ടാകും. ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും സ്തോത്രം പലപ്പോഴും അനുഭവിച്ച വേദനകൾ ഉണ്ടായിരുന്നു. അത് മാറുമെന്ന് ചിന്തിച്ചു, പ്രാർത്ഥിച്ചു, കരഞ്ഞു. സ്തോത്രം. നാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എന്റെ അവസ്ഥ കാണുന്നില്ലയോ? ഇന്ന് രാത്രി ഇവിടേക്ക് നിങ്ങളും ഞാനും ഒക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ട്, ദൈവം എന്റെ നിലവിളി നീ കേൾക്കുന്നില്ല, എന്റെ കാണുന്നില്ല, എന്റെ അവസ്ഥ നീ അറിയുന്നില്ല. എന്നാൽ വചനം പറയുന്നുണ്ട്, താമര മുള്ളുകൾക്കിടയിലുള്ള താമരയെ ആര് കാണുന്നു? പ്രിയൻ കാണുന്നു. പ്രിയൻ കാണുമ്പോൾ അതിന്റെ ഭംഗി മാത്രമല്ല, അത് അനുഭവിക്കുന്നതായ വ്യഥകളെയും വേദനകളെയും അതായിരിക്കുന്ന ചുറ്റുപാടിനെ കുറിച്ച് നല്ല കൃത്യതയുള്ള പ്രിയൻ അതും കാണുന്നുണ്ട്. പ്രിയ സഹോദരി, നീ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പാട്ടുകളെ പാടുന്നുണ്ട്, നീ നല്ല നിലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ അനുഗ്രഹീതമായ ആരാധനയുടെ ഭാഗമായി തീരുന്നുണ്ട്. നിന്നെ കാണുന്നവർക്കെല്ലാം നീ മനോഹരമായി ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വം എന്ന് തോന്നുമ്പോൾ, എന്റെ യജമാനൻ അല്ലെങ്കിൽ നമ്മുടെ കാമനുണ്ടല്ലോ, അവൻ കാണുന്നത് നിന്റെ സ്തോത്രത്തിന്റെ ഭംഗി മാത്രമല്ല, നിന്റെ സ്തുതിയുടെ ഒച്ച മാത്രമല്ല, പിന്നെയോ നീ അനുഭവിക്കുന്ന വ്യതയും അവൻ അറിയുന്ന ദൈവമാണ്. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സ്തുതികൾക്ക് യോഗ്യനായവൻ ആ സ്തുതിസ്തോത്രങ്ങളെ സ്വീകരിക്കുക മാത്രമല്ല, നീ എത്രമാത്രം നിന്റെ ഹൃദയത്തിൽ വേദനയോടെയാണ് ദൈവത്തെ സ്തുതിക്കുന്നത് എന്നുള്ളത് ആ വേദനയുടെ ആഴങ്ങളും അവൻ ഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ പരിഭവങ്ങൾ മാറണം, പരാതികൾ മാറണം, പിറുപിറുപ്പുകൾ മാറണം. എന്ത്? എന്റെ ദൈവം എന്റെ സ്ഥിതി അറിയുന്നില്ലയോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ നിലവിളിക്കുന്നുണ്ട്, ഞാൻ കർത്താവേ ആരാധനകൾ ഒന്നും മുടക്കാതെ, കുടുംബ പ്രാർത്ഥനകൾ ഒന്നും മുടക്കാതെ, വചനധ്യാനം ഒന്നും മുടക്കാതെ, എന്നെ കൊണ്ട് ആകുന്ന നിലയിൽ മാക്സിമം ഞാൻ വിശുദ്ധിയിൽ ജീവിക്കുവാൻ എന്നെ തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിയെ. പക്ഷേ എന്റെ വേദനകൾ ഇതുവരെയും പരിഹരിക്കപ്പെട്ടില്ല. ആ മുള്ളനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കളെ, ആ പ്രിയയെ കണ്ടുകൊണ്ടിരിക്കുക. കണ്ടാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു. ആരോടാ പറയുന്നത്? ജനത്തോടല്ല പറയുന്നത്, ജനത്തെ വിടിവിപ്പാൻ നിയോഗിച്ചവനോടാ. ഇന്ന് രാത്രി ദൈവമേ, നിന്റെ ജീവിതത്തിലെ കഷ്ടതയുണ്ടല്ലോ, അത് ദൈവം കണ്ടാൽ ചിലതിനെ നിയോഗിക്കും, അതിൽ നിന്നൊരു മോചനത്തിനായുള്ള ഇടപെടലിന് വേണ്ടി. ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയുമ്പോൾ അവർ ദൈവത്തിന്റെ സ്വന്തം ജനമെന്നുള്ള മുദ്ര അവരുടെ മുകളിലുണ്ട്. അവർ പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ ഞങ്ങളുടെ ദൈവമേ എന്നൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ അവർ ഇപ്പോഴായിരിക്കുന്നത് അടിമകളായിട്ടായിരിക്കുകയാണ്. ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു സ്വസ്ഥതയുമില്ല. രാവും പകലും കഷ്ടതയുടെ തീച്ചുളയിലൂടെ ആ ജനം കടന്നു പോകുമ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചു. എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ ആ നിലവിളിക്കുന്ന ജനത്തിന്റെ നിലവിളി കേട്ടു, അവരുടെ കഷ്ടവൻ കണ്ടു. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിലെ നിന്റെ കഷ്ടതയെ അവൻ കാണുന്ന ദൈവമാണ്.
ഒരുപക്ഷെ നിന്നോട് നീ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വേദവാക്യത്തിലൂടെയോ ഒരു സ്വപ്നത്തിലൂടെയോ ഒന്നും നിന്നോട് ചെയ്തില്ല. ദൈവം ആ സംസാരിച്ചില്ല, മറുപടി നൽകിയില്ല, ശരിയാ. പക്ഷേ നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഈ വിഷയത്തിന്റെ മുമ്പിൽ നിന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടവരോട് ദൈവം സംസാരിക്കും. മോശ ഒഴിഞ്ഞു മാറുവാനൊക്കെ ശ്രമിച്ചില്ലേ? അവന്റെ കഴിവിന്റെ മാക്സിമം അവൻ അവന്റേതായ നിലയിൽ പരിശ്രമിച്ചു. എന്നാൽ ദൈവം ഒരു തരത്തിലും ഒഴിഞ്ഞു മാറുവാൻ അനുവദിക്കാതെ മോശയെ പിടിച്ച പിടിയാൽ മിസ്രൈമിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്ന് രാത്രി ദൈവവേദനേ, നിന്റെ ജീവിതത്തിൽ നീ കഷ്ടതയുടെ ആഴമേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ കണ്ണുനീരും നിലവിളിയും സ്വർഗം കണ്ടു കഴിയാനുണ്ടല്ലോ. ആമേൻ. നിന്നെ വിടിവിപ്പാൻ പ്രാപ്തനായവനെ ഒഴിഞ്ഞു മാറുവാൻ അനുവദിക്കാതെ അവിടേക്ക് ഹല്ലേലൂയ പിടിച്ചു കൊണ്ടുവന്ന് ആ വിഷയത്തിന് മുമ്പ് നിനക്ക് പരിഹാരം തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം അവളോട് പറയുക, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തില്ല, ഇനിയും ആ കഷ്ടമില്ല, ജനത്തെ മുൻപോട്ട് നടത്തുവാൻ താല്പര്യമില്ല, ഞാൻ പ്രവർത്തിച്ചേ മതിയാകും. ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, താമര മുള്ളുകളുടെ ഇടയിലാണ് വേദനയോടെ ആയിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിലും വളരെ സൂക്ഷ്മതയോടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയനുണ്ട്. ആ വേദന അതികഠിനമാകുന്നതിന് മുമ്പ് അവന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്കറിയാം, ലാബാന്റെ ഭവനത്തിൽ നിന്ന് യാക്കോബ് പുറപ്പെട്ടു പോകുമ്പോ ഈ ലാബാൻ എന്ത് ചെയ്തു? വിവരമൊക്കെ അറിഞ്ഞപ്പോ പിന്നാലെ കൂടി. പക്ഷേ ദൈവം ലാബാനെ വഴി തടഞ്ഞു നിർത്തിട്ട് പറയുക, എന്റെ ദാസനായ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്. എന്താ ചോദിച്ചാൽ, നമുക്കൊരാൾ ഗുണം ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണ്ട? പരാതിപ്പെടരുത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്റെ ചേട്ടനാ, എന്റെ അളിയനാ, എന്റെ ഉപ്പാപ്പൻ, എന്റെ അമ്മാച്ചനാ, ഒരു എന്ത് ചെയ്തില്ല, ഒരു ചെറുവിരല അനക്കിയില്ലെന്ന് പറയും. പ്രിയ സഹോദര സഹോദരി, ആ വിരൽ അനക്കാൻ ദൈവം അനുവദിച്ചില്ല. അല്ലെങ്കിൽ ആ വ്യക്തി നിന്നെ സഹായിക്കാൻ ചെയ്തില്ല, ദൈവം അനുവദിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഒരുവൻ നിന്നെ സഹായിച്ചാലും ഒരുവൻ നിന്നെ ഉപദ്രവിച്ചാലും ഉടയവനായ ദൈവത്തിന്റെ അനുവാദത്തോട് കൂടിയായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിന്നെ സഹായിക്കാൻ കഴിയാതിരുന്നവരെ കുറിച്ച് ഓർത്ത് അവൻ വ്യാകുലപ്പെടാതെ ദൈവം അത് അനുവദിച്ചു തന്നില്ല എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് ദൈവങ്ങൾ ആശ്രയിക്കുവാനും നമുക്ക് കഴിയണം. ദൈവത്തിന് ഹല്ലേലൂയ. സമയം വളരെ മുൻപോട്ട് പോകും. ഞാൻ വേഗത്തിൽ അവന്റെ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതാ മുള്ളുകളുടെ ഇടയിൽ വളർന്നു വരുന്ന താമരയെ ആ പ്രിയൻ കണ്ടുകൊണ്ടിരിക്കുക. തിരിച്ച് അടുത്ത വാക്കിൽ ഒരു കാര്യമുണ്ട്. അതെന്താ? നോക്കണം, താമര മുള്ളുകളുടെ ഇടയിൽ ഇരിക്കുമ്പോ പ്രിയന്റെ കണ്ടെവിടേക്കാ? പ്രിയയിലേക്കാണ്. എന്നാൽ തിരിച്ചോ? ഈ പ്രിയ ഈ വേദന എല്ലാം അനുഭവിച്ചിരിക്കുമ്പോഴും അവളുടെ കണ്ണ് എവിടേക്കാ? പ്രിയനിലേക്കാണ്. അനേക കാറ്റുമരങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ നടുവിൽ ആശ്വാസം പകരുവാൻ കൊള്ളാവുന്ന ഒരു മരം, അതിൽ അവൾ ലക്ഷ്യം വെച്ച് അതിലേക്ക് നോക്കുകയാ. നോക്കണം, തന്റെ അർദ്ധ സഹോദരന്മാർ ആ ദേശത്തുണ്ടായിരുന്നപ്പോൾ താൻ നിസ്സഹായയായി കിടന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖമായി കണ്ട് മാതാവിനെ ഉപേക്ഷിക്കപ്പെട്ടായിരുന്ന സന്ദർഭത്തിൽ അവൻ എന്നെ മാറോട് കോരിയടച്ച് എന്നെ രക്ഷിച്ച, എനിക്ക് തണലും ആശ്വാസവും സ്വാതന്ത്ര്യവും പകർന്ന് ഒരു ജീവിതത്തിന്റെ ഒരു പ്രത്യാശ നൽകിയതായ അവൻ ആ ഇടയരുണ്ടല്ലോ, എന്റെ കണ്ണുകൾ ഈ വേദനയിലും അവനിലേക്കാണ്. നാം കഷ്ടം സഹിക്കുമ്പോഴും എന്ത് ചെയ്യണം? പ്രിയനിലേക്ക് നമ്മുടെ തലകളെ ഉയർത്തണം, കണ്ണുകളെ ഉയർത്തണം. അല്ലെങ്കിൽ നമ്മെ വേദനിപ്പിക്കുന്ന മുള്ളിലേക്കല്ല, നമ്മെ വേദനിപ്പിക്കുന്നതായ പ്രതിസന്ധികൾ നൽകുന്നതായ അനുഭവങ്ങളിലേക്കും വിഷയങ്ങളിലേക്കുമല്ല, പിന്നെയോ
നമ്മുടെ കണ്ണുകൾ നമ്മുടെ പ്രിയനിലേക്കായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നാം പ്രൈസ് ദി ലോർഡ് വീണ്ടും താഴോട്ട് 5-ാം അധ്യായം വായിക്കേണ്ട 5-ാം അധ്യായത്തിലേക്ക് ഒരു 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. ഹല്ലേലൂയ. മാനവ കുലത്തിന് പാപം നിമിത്തം ദൈവം വിധിച്ചത് മരണമായിരുന്നുവെങ്കിൽ ആ മരണത്തിന്റെ കൂരിരുട്ടിൽ നിന്ന് ഹല്ലേലൂയ തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കുവാൻ മനസ്സ് കാണിച്ച് നമ്മെ സ്നേഹിച്ച് അവരെ നമുക്ക് വേണ്ടി അയച്ച് എന്നെ ഇതിനെയും ആ മരണത്തിന്റെ കരത്തിൽ നിന്ന് കോരിയെടുത്ത് അവൻ രക്ഷിച്ച നമ്മുടെ പ്രിയനിലേക്കായിരിക്കണം നമ്മുടെ കണ്ണുകൾ ഉയർത്തപ്പെടേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്നെ പ്രൈസ് ദി ലോർഡ് നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും നിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവമാ. പാപത്തിന്റെ നാശകരമായ കുഴിയിൽ ആയിരുന്നപ്പോൾ, കുഴഞ്ഞ ചേറ്റിൽ കിടന്നപ്പോൾ അവൻ ഒരു ചുവട് പോലും വെക്കുവാൻ കഴിയാതെ മരണം വിധിക്കപ്പെട്ട് അല്ലെങ്കിൽ പാപത്തിന്റെ ശബ്ദമായ മരണത്തിലെ ഓഹരിക്കാരനായി തീർന്നിരുന്ന എന്നെയും നിന്നെയും തന്റെ തങ്കവെള്ളം നൽകി ഹല്ലേലൂയ കോരിയെടുത്ത് പിശാചിന്റെ കരത്തുനിന്ന് വിടുവിച്ച കർത്താവിനെ ഹല്ലേലൂയ ഏത് പ്രതിസന്ധിയിലും ഏത് കഷ്ടത്തിലും ഏത് ശോധനയിലും ഏത് വേദനയിലും അവന്റെ മുഖത്തേക്ക് നോക്കി ആശ്വാസം പ്രാപിച്ചുകൊണ്ട് അവന്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുവാൻ നമുക്ക് കഴിയണം. അതാരാണ് ദൈവവൈതലിനെ കുറിച്ച്, വിശ്വാസിയെ കുറിച്ച് അവൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. ഇന്ന് രാത്രി ദൈവമക്കളെ, ആ ചെറിയ വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിൽക്കട്ടെ. നിങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, നിങ്ങൾ വേദനപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളെ പഴിക്കുമ്പോൾ, മറ്റുള്ളവരെ ദുഷിക്കുമ്പോൾ, നിന്റെ സങ്കടകരമായ ജീവിതത്തിന് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ അവന്റെ മുഖത്തേക്ക് നോക്കി ആശ്വാസവും വിടുതലും അവൻ നമ്മെ വിടുവിക്കുവോളം പ്രൈസ് ദി ലോർഡ് അവന്റെ കരങ്ങളിൽ ബലമുള്ള കരങ്ങളിൽ താണിരുന്ന് കൊടുത്തുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തെ നമുക്ക് മുൻപോട്ട് നയിക്കാം. ഈ വചനങ്ങളാലും വാക്കുകളാലും സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്രകാരം എനിക്ക് അവസരത്തെ നൽകിയതായ BMCC ഭാരവാഹികളോടുള്ള വിശേഷമേറിയ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശ്രമിക്കുവാൻ തക്കവണ്ണം തങ്ങളുടെ കാതുകളെയും തങ്ങളുടെ മനസ്സിനെയും ഒരുക്കമുള്ളതാക്കി തീർത്തൽ നിങ്ങളോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Say
ഹൃദയത്തിൽ